ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. കൽബീസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് മോളെ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മോൾക്ക് സുഖമില്ല, അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയിട്ടോ. അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഉമ്മയും സിസ്റ്ററും ഒക്കെ കൂടിയിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് പിന്നെ അങ്ങനെ മോളെ അവിടെ നിന്ന് തന്നെ ക്ലാസ്സിലേക്ക് പറഞ്ഞയക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടോ. അപ്പം ഞാൻ അങ്ങനെ ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ ഡോക്ടറെ കാണിച്ച് വരുമ്പോഴത്തേനും അപ്പം ഞാൻ വീട്ടിലത്തെ പണികളൊക്കെ ഒന്ന് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് വേഗം കുറച്ച് പൊടികളും മാറാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം തട്ടിക്കുടഞ്ഞ് ഇട്ടു കേട്ടോ. പിന്നെ ലാസ്റ്റ് അതൊക്കെ തട്ടിക്കുടഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം എല്ലാവിടത്തെയും പൊടിയും മാറാലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ നമ്മുടെ ജനാലയുടെ ഇടയിലത്തെ പൊടികളും കാര്യങ്ങളൊക്കെ വേഗം തട്ടിയെടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ മക്കളുടെ ടോയ്സൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ കിടക്കണം കേട്ടോ. അവർ ഓരോന്നും കളിച്ചിട്ട് പിന്നെ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ അവനെ വലിച്ചു വാരിയിടും കേട്ടോ. അപ്പോൾ എപ്പോഴും ഇത് ഒതുക്കി വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ നിന്നൊക്കെ പെറുക്കി പിന്നെ ഞാനതൊക്കെ ഒന്ന് ഒതുക്കി ഒരു ചെയറിൽ അങ്ങോട്ട് വെച്ചു കേട്ടോ. പിന്നെ നമ്മുടെ ചപ്പൽസൊക്കെ ഒന്ന് റെഡിക്ക് കറക്റ്റാക്കിയിട്ട് വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടോ. അവിടെ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തട്ടി കൊടുത്തിട്ട് പിന്നെ അതൊക്കെ ഒന്ന് കറക്റ്റാക്കിയിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ മക്കൾ അതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് കളിക്കുമ്പോൾ അതൊക്കെ എടുത്ത് അങ്ങോട്ട് വലിച്ചു വിടും, അല്ലെങ്കിൽ പൊടി പിടിച്ചിട്ടിരിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ നിന്ന് സെറ്റാക്കി കൊടുത്തു. അപ്പോൾ അവിടുത്തെ പൊടിയൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ട് ചപ്പൽസൊക്കെ ഒന്ന് കറക്റ്റാക്കി വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ വേഗം അടിച്ചു വാരാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അടിച്ചു വാരിട്ടോ. അടിച്ചു വാരിയതിന് ശേഷം പിന്നെ നമുക്ക് ചോറ് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ആയി കിട്ടി. അപ്പോൾ പിന്നെ അടിച്ചു വാരിയതിന് ശേഷം വേഗം ചോറൊക്കെ ഒന്ന് ഊറ്റി വെച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തുടയ്ക്കാനുള്ള വെള്ളം ഒക്കെ നമ്മൾ എടുത്തിട്ട് അതിൽ പെനോയിലൊക്കെ ഒഴിച്ച് അപ്പോൾ വെള്ളം നിറയട്ടെ അവിടെ. അപ്പോൾ ഞാൻ അപ്പോഴത്തേനും കുറച്ച് പണികൾ വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മളത് തുടച്ചിട്ടും വൃത്തിയാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്തു കേട്ടോ. അത് ക്ലീൻ ചെയ്തെടുത്താൽ പിന്നെ അപ്പോഴത്തേനും നമുക്ക് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുടയ്ക്കാൻ എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടോ. അപ്പോൾ വേഗം അതൊക്കെ ഒന്ന് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വാഷ് ബേസിനിൽ കുറച്ച് ഒന്ന് ഉരച്ച് കഴുകി വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ചെയ്തു, അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തുടയ്ക്കണതിലേക്ക് നിൽക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അതൊക്കെ വേഗം ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തുടയ്ക്കാനുള്ള വെള്ളം നമ്മൾ ബക്കറ്റിൽ തുറന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളമൊക്കെ നിറഞ്ഞു കേട്ടോ. അപ്പോൾ വേഗം പോയിട്ട് തുടയ്ക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് വേഗം പോയിട്ട് തുടച്ചു കേട്ടോ. അങ്ങനെ എല്ലാവിടെയും ക്ലീൻ ചെയ്തു. പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം അലക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇങ്ങനെ വേഗം ഞാൻ അലക്കി ഒക്കെ ഒന്ന് തോരട്ടു കേട്ടോ. അപ്പോൾ ആ പണികൾ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ കുളിക്കാൻ നിൽക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ വേഗം തോരൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ തലയിലൊക്കെ എണ്ണ ഇടാൻ വേണ്ടി നിന്നു കേട്ടോ. കുളിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വേഗം തലയിലൊക്കെ എണ്ണ ഇട്ട് പിന്നെ നമ്മൾ എണ്ണ തേച്ചതിന് ശേഷം കുറച്ച് നേരം നമ്മൾ മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ കുളിക്കാൻ കയറിയിട്ടോ. അതിന് ശേഷം പിന്നെ വേഗം നമ്മൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുത്ത് പിന്നെ അതൊക്കെ ഒന്ന് വാഷ് ചെയ്തു കേട്ടോ വെജിറ്റബിൾസൊക്കെ. പിന്നെ നമ്മളത് കുക്കറിൽ അടിച്ചു വെച്ചു സാമ്പാർ ഉണ്ടാക്കാനായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ വേഗം എന്നിട്ട് അത് വെന്ത് കിട്ടിയിട്ട് നമ്മുടെ വെജിറ്റബിൾസൊക്കെ അപ്പോൾ നമ്മൾ വേഗം ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് സാമ്പാർ പൊടി ഇട്ടിട്ട് അങ്ങനെ അതിലേക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തു കേട്ടോ, കറിവേപ്പിലൊക്കെ ഇട്ടിട്ട്. അപ്പോൾ പിന്നെ കറി പെട്ടെന്നായി. പിന്നെ നമ്മൾ ഇന്ന് സാമ്പാറും പിന്നെ മോള് പോകുന്ന ടൈമിൽ നമ്മൾ തോരനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇത് സാമ്പാറായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മീൻ വറുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ വേഗം സാമ്പാറൊക്കെ ആയി അതൊക്കെ ഒന്ന് തൂമിച്ച് ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ വേഗം നമ്മൾ മീനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മസാല പുരട്ടി കൊടുത്തിട്ട് നമ്മൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് വേഗം നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അവിടെ മോനൂസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീൻ ഇടുമ്പോൾ ആ സൗണ്ട് കേട്ടിട്ട് മോനിങ്ങനെ കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ അത് കണ്ടിട്ട്. അപ്പോൾ അവൻ ഇങ്ങനെ അപ്പോൾ ഞാൻ മീമി 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 എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവൻ. അപ്പോൾ അങ്ങനെ മീമി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഡാൻസ് കളിക്കാൻ കേട്ടോ. അത് പൊരിക്കുന്ന കണ്ടിട്ടുള്ള സന്തോഷമാണ് കേട്ടോ അവൻ്റെ. പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ മോൾക്ക് ഫുഡൊക്കെ വാരി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മോൾക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം പിന്നെ ഞാനും ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. നമ്മുടെ ഉച്ചത്തെ ഫുഡാണ് കേട്ടത്. പിന്നെ നമ്മുടെ തുമ്പീനെ കുറച്ച് നേരം നമ്മളൊന്ന് കളിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ തുമ്പീൻ്റെ അടുത്തേക്ക് പോയി തുമ്പിക്ക് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ അപ്പോൾ തുമ്പിക്കാണെങ്കിൽ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊഞ്ചിക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവളെ
കൊഞ്ചിച്ചു. പിന്നെ അവളുടെ കൂടെ ഒന്ന് കളിച്ചു കേട്ടോ, ഓടി കളിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളുടെ കൂടെ ഓടി കളിക്കണത്. അപ്പോൾ അവളുടെ കൂടെ ഇങ്ങനെ കളിച്ചു. അപ്പോൾ അവൾ നമ്മുടെ പിന്നാലെ വരും കേട്ടോ. ഇന്നത്തെ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.